എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 10 1 മുതൽ 5 വരെയുള്ള വേദഭാഗത്തിൻ്റെ പഠനം നമ്മൾ തുടരുന്നു. യാഫെത്തിൻ്റെ സന്തതി പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗങ്ങൾ എവിടെയൊക്കെയാണ് കുടിയേറി പാർത്തത്, ഇന്ന് ഏതെല്ലാം ജനവിഭാഗങ്ങളാണ് അവരുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മാഗോഗ്, മാദായി, യാവാൻ ഈ മക്കളിൽ നിന്ന് ഉത്ഭവിച്ച ജനങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളതാണ്. മാഗോഗിനെ കുറിച്ച് പറയുമ്പോൾ പുരാതന സ്കിത്യ സമൂഹം അവർ ഈ മാദായിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗമാകുവാനായിട്ട് സാധ്യതയുണ്ട്. മിക്കവാറും ആധുനിക റഷ്യയുടെ ഭാഗമായിട്ടാണ് ഈ ജനവിഭാഗം മാറിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഈ മധ്യപൂർവേഷ്യയുടെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക്, അതിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ റഷ്യയുടെ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് നീങ്ങുന്ന ജനവിഭാഗങ്ങൾ ക്രമേണ ഈ ഇന്നത്തെ റഷ്യയുടെ ആ പ്രദേശങ്ങളിലേക്കൊക്കെ ക്രമേണ കുടിയേറി കൂടുതൽ ജനവിഭാഗങ്ങളായിട്ട് പിരിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനിയുള്ളത് മാദായിയാണ്. കാസ്പിയൻ കടലിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മേദ്യർ എന്ന ജനവിഭാഗം, അല്ലെങ്കിൽ മേദ്യ എന്ന സ്ഥലം, അവിടെയുള്ള ആളുകളെയാണ് മേദ്യർ എന്ന് വിളിക്കുന്നത്. ഈ ജനവിഭാഗമാണ് മാദായിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗം. ബൈബിളിൽ മേദ്യരെ സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് എന്നുള്ള കാര്യം ബൈബിൾ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ. 1 ദിനവൃത്താന്തം 1:5, 2 രാജാക്കന്മാർ 17:6, 18:11, എസ്ര 6:2, അതുപോലെ എസ്തേർ 1:3, യെശയ്യാവ് 13:17, ഇരമ്യാവ് 25:25, ദാനിയേൽ 5:28, ഇങ്ങനെ ധാരാളം വാക്യങ്ങളിൽ, പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തികളിൽ 2:9, ഇങ്ങനെ അനേക വാക്യങ്ങളിൽ നമുക്ക് ഈ മേദ്യരെക്കുറിച്ച് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാദായി എന്ന യാഫെത്തിൻ്റെ പുത്രനിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗങ്ങളാണ്. തുടർന്ന് യാവാൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ്. യാവാൻ എന്നത് യവനൻ എന്നുള്ള വാക്ക് ഈ യാവാനിൽ നിന്ന് വന്നതാണ്. ഗ്രീക്കുകാർ ആണ് പൊതുവിൽ യാവാന്മാർ അല്ലെങ്കിൽ യവനർ എന്ന് അറിയപ്പെടുന്നത്. ഗ്രീക്കുകാരുടെ പിതാമഹൻ്റെ പേരായി അവരുടെ പുരാണങ്ങളിലൊക്കെ കാണുന്നത് ഈ ഇയാഫാറ്റ് എന്ന് പറയുന്നൊരു പേരുണ്ട്, ഇയാഫാറ്റ്. ആ ഇയാഫാറ്റ് തന്നെയാണ് ഈ ജാഫെത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യാവാൻ്റെ 4 ആൺമക്കളെക്കുറിച്ച്, 4 മക്കളും അവരുടെ സന്തതി പരമ്പരകൾ എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 4 മക്കളുടെ പേരുകൾ ഇങ്ങനെയാണ്: എലീശ, തർശീസ്, കിത്തീം, ദോദാനീം. അപ്പോൾ ഇവർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം. യാവാൻ പൊതുവിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്രീക്കുകാരുടെ പിതാവ്, ഹെല്ലനിസ്റ്റുകളുടെ പിതാവ്, അതുപോലെ ഇയോണിയൻസ് എന്ന് പറയും. ഈ ഹെല്ലനിസ്റ്റുകളുടെയും ഇയോണിസ്റ്റുകളുടെയും പിതാവായിട്ടാണ് യാവാനെ പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. ഇന്നത്തെ ഗ്രീസ് അതാണ് പ്രധാനമായിട്ടും. അതുപോലെ മറ്റ് ഈ ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യം പറയുമ്പോൾ അവിടെയുള്ള ചില ദ്വീപുകളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലമായും പിരിഞ്ഞു എന്ന് പറയുന്നു. ഈ ദ്വീപുകൾ എന്നുള്ളത് എപ്പോഴും നമ്മൾ ഇന്ന് പറയുന്ന ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട, 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശം എന്നുള്ള അർത്ഥവും ഉണ്ട്. പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ എന്ന് പറയുന്നൊരു വാക്ക്, ഈ എന്ന് പറയുന്ന ആ വാക്കിന് എ ഹാബിറ്റബിൾ സ്പോട്ട് എന്നാണ് പ്രധാനമായിട്ടും അർത്ഥം. എന്ന് പറഞ്ഞാൽ വാസയോഗ്യമായ ഒരു സ്ഥലം അല്ലെങ്കിൽ താമസിച്ച സ്ഥലം എന്നാണ് അർത്ഥം പ്രധാനമായിട്ടും. അപ്പോൾ ദ്വീപുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഐലൻഡ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കണമെന്നില്ല, ദ്വീപുകളും ഉണ്ടാകാം. ഇനി ബൈബിളിൽ ഈ യവനന്മാരെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ദിനവൃത്താന്ത പുസ്തകം 1:5, അതുപോലെ യെശയ്യാവ് 66:19, യെഹെസ്കേൽ 27:13, സെക്കരിയാവ് 9:13, ഇങ്ങനെ ധാരാളം ഭാഗത്ത് ഈ യാവാൻ്റെ സന്തതിയെക്കുറിച്ച്, അവരെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാവാൻ്റെ ആദ്യത്തെ മകൻ്റെ പേര് എലീശ എന്നാണ്. എലീശ എന്ന ആ മകനിൽ നിന്ന് ഉത്ഭവിച്ച ആളുകളാണ് കുപ്രോസ് ദ്വീപിലെ നിവാസികൾ. അതൊരു ദ്വീപാണ്. കുപ്രോസ് ദ്വീപിലെ നിവാസികൾ. 1 ദിനവൃത്താന്തം 1:7, യെഹെസ്കേൽ 27:7 നമുക്ക് ഇവരെക്കുറിച്ച് കാണാം. ക്യൂണിഫോം ടാബ്ലറ്റുകളിൽ, ക്യൂണിഫോം എഴുത്തുകളിൽ ഒരു അലാഷ്യ എന്ന ഒരു ജനവിഭാഗത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അലാഷ്യ. അപ്പോൾ അത് ഈ എലീഷായിൽ നിന്ന് ഉത്ഭവിച്ച ആളുകളാണ് എന്ന് കരുതാം.
ഇത് ഇന്നത്തെ സൈപ്രസ് അല്ലെങ്കിൽ കുപ്രോസ് ദ്വീപ് എന്ന് പറയുന്ന പ്രദേശം എലീഷായിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. യാവാൻ്റെ അടുത്ത മകൻ്റെ പേര് തർഷീസ് എന്നാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അവ്യക്തതയുണ്ട്, എങ്കിലും ചില സൂചനകൾ നമുക്ക് ലഭ്യമാണ്. സ്പെയിനിൻ്റെ പ്രദേശങ്ങൾ ഈ ജനതയാണ് താമസിച്ചത്. ടാർട്ടസസ് എന്ന ഒരു ജനവിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്പെയിനിലുള്ളത്. അപ്പോൾ അവർ ഈ തർഷീസിൻ്റെ സന്തതിയാണെന്ന് പറയുന്നു. മാത്രമല്ല പടിഞ്ഞാറൻ മഹാസമുദ്രം, അതായത് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്ത് ഇവർ താമസം ഉറപ്പിച്ചിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. ബൈബിളിൽ തർശീസ് കപ്പലുകൾ എന്ന് പല പ്രാവശ്യം സൂചനകളുണ്ട്. ശലോമോൻ്റെ കാലത്ത് അവിടെ തർശീസ് കപ്പലുകളുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു തുറമുഖ നഗരം കൂടിയാണ്, സമുദ്രത്തിലുള്ള ഒരു പ്രദേശം, സമുദ്രത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ തർശീസ് കപ്പലുകളെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാം. സങ്കീർത്തനങ്ങൾ 48:7 യെശയ്യാവ് 2:16 ഇരമ്യാവ് 10:9 യഹസ്കിയേൽ 27:12 യോന പ്രവചനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ സൂചനകൾ നമുക്ക് ഈ തർശീസിനെ കുറിച്ച് കാണാൻ സാധിക്കും. യാവാൻ്റെ 3-ാമത്തെ മകൻ്റെ പേര് കിത്തീം എന്നാണ്. ഇദ്ദേഹത്തിൽ നിന്നാണ് ഇയോണ്യർ ഉണ്ടായിരിക്കുന്നത്. ഗ്രീക്കർ കുറേ പേര് ഇദ്ദേഹത്തിൻ്റെ സന്തതിയിൽ നിന്നാണ്. മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപുകളിൽ അതിന് തീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഈ കിത്തീം ജനവിഭാഗം. 1 ദിനവൃത്താന്തം 1:7, സംഖ്യ 24:24, യെശയ്യാവ് 23:1, യഹസ്കിയേൽ 27:6, ദാനിയേൽ 11:30 ഈ വാക്യങ്ങളിലൊക്കെ നമുക്കിവരെക്കുറിച്ച് കാണാം. 4-ാമത്തെ മകൻ്റെ പേര് ദോദാനീം എന്നാണ്. ഇല്ലിരിക്കം അതുപോലെ ട്രോയ് ഈ പ്രദേശങ്ങളിലൊക്കെ വസിച്ച ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആധുനിക കാലത്തെ ദൽമാത്യ എന്നറിയപ്പെടുന്ന പ്രദേശം, അതായത് തെക്ക് കിഴക്കൻ യൂറോപ്പ് ആണ് ഈ ദോദാനീം അദ്ദേഹത്തിൻ്റെ സന്തതികളും താമസമുറപ്പിച്ച സ്ഥലം. 1 ദിനവൃത്താന്തം 1:7 നമുക്കവരെക്കുറിച്ച് കാണാം. ദോദാനീം എന്ന ആ ഒരു പേരിനെ ചിലത് രോദാനീം എന്ന് വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ ഇതിന്നത്തെ റോഡ്സ് എന്ന് പറയുന്ന ദ്വീപായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 4 പ്രദേശങ്ങളും ഏതാണ്ട് സമുദ്രത്തോട് അടുത്തുള്ള പ്രദേശങ്ങളായതുകൊണ്ടായിരിക്കും അതിനെ ദ്വീപുകൾ എന്ന പേരിൽ ആ വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. ഇങ്ങനെയാണ് യാവാൻ്റെ 4 സന്തതികൾ ഈ പ്രദേശങ്ങളിലേക്കാണ് താമസം ഉറപ്പിച്ചത്. അവരിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.